ഹലോ ഹായ്, ഞാൻ ഇന്ന് നിങ്ങൾക്ക് കുറച്ച് ഇൻഹൈലർ ഡിവൈസസ് പരിചയപ്പെടുത്തി തരാം. ഇതൊരു ഡ്രൈ പൗഡർ ഇൻഹൈലറാണ്. ഇതും ഒരു ഡ്രൈ പൗഡർ ഇൻഹൈലറാണ്. നമ്മൾ ക്യാപ്സ്യൂൾ ഇട്ടിട്ട് ആ ക്യാപ്സ്യൂൾ ഇതിൻ്റെ അകത്ത് സസ്പെൻഡ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഇൻഹൈലർ ഡയറക്റ്റായിട്ടൊന്ന് ഇൻഹൈൽ ചെയ്താൽ മതി. ഇതും ഒരു ഡ്രൈ പൗഡർ ഇൻഹൈലറാണ്. ഇത് നമ്മൾ കോമൺലി ഈ കണ്ടിട്ടുള്ള ഇൻഹൈലർ ഒരു മീറ്റർ ഡോസ് ഇൻഹൈലേഴ്സിൻ്റെ ഡിവൈസിൽ തന്നെ ഡിഫറൻസ് ഉണ്ട്. മീറ്റർ ഡോസ് ആയിട്ടും ഡ്രൈ പൗഡർ ആയിട്ടും സോഫ്റ്റ് മിസ്റ്റ് ആയിട്ടൊക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. പക്ഷേ ഇതിൻ്റെ ടോക്സിസിറ്റീസ് വളരെ കുറവാണ്. കാരണം ദൂഷ്യഫലങ്ങൾ വളരെ കുറവാണ്. നമ്മൾ ഗുളിക ഓറലി കഴിക്കുന്നത് പോലെ എൻ്റെ അത്ര സൈഡ് എഫക്റ്റ് ഇതിൻ്റെ അകത്തില്ല. പിന്നെ ഇത് കറക്റ്റായിട്ട് റീച്ചബിൾ ആയിരിക്കും നമ്മുടെ ലങ്സിൽ. റാപ്പിഡ് വൺ സെറ്റ് ഓഫ് ആക്ഷൻ ഉണ്ട് ഇതിന്. പിന്നെ കൂടുതലും ഇത് നമുക്ക് പോർട്ടബിൾ ആണ്, ഹാൻഡ് ഹെൽഡ് ഡിവൈസറാണ്, പിന്നെ ഒരു മെഡിക്കൽ ഡിവൈസറാണ്. പിന്നെ നമുക്ക് മെഡിക്കേഷൻസ് ഡയറക്റ്റ്ലി നമ്മുടെ ലങ്സിലോട്ട് എത്തുന്നു. പ്രൈമർലി നമ്മൾ നോക്കുകയാണെങ്കിൽ റെസ്പിറേറ്ററി കണ്ടീഷൻസ് ഉള്ളവർക്കാണ്, റെസ്പിറേറ്ററി റിലേറ്റഡ് ആയിട്ട് ഡിസീസ് ഉള്ളവർക്കാണ് നമ്മൾ ഇൻഹൈലേഴ്സ് നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടി പറയുന്നത്. ഇൻഹൈലേഴ്സ് ജീവിതകാലം മുഴുവനും ഇൻഹൈലേഴ്സ് യൂസ് ചെയ്യേണ്ട. നിങ്ങളുടെ ഫിസിഷ്യൻസ് അതിനെ ടാപ്പ് ചെയ്ത് തരും. പിന്നെയുള്ളത് ഓരോ ഇൻഹൈലേഴ്സും എല്ലാവർക്കും സ്യൂട്ടബിളും അല്ല. ഇപ്പോൾ പല ഇൻഹൈലേഴ്സും ഓരോ ഏജ് അനുസരിച്ച് ഡിഫറൻസ് ഉണ്ടായിരിക്കും. കാരണം ചില കുട്ടികൾക്ക് യൂസ് ചെയ്യാൻ പറ്റാത്ത ഇൻഹൈലേഴ്സ് ഉണ്ട്, ചില അഡൽട്ട്സിന് യൂസ് ചെയ്യുന്ന ഇൻഹൈലേഴ്സ് ഉണ്ട്. അപ്പം നിങ്ങളുടെ ഡോക്ടർ ഏതാണോ ഇൻഹൈലർ പറയുന്നത് ആ ഒരു ഇൻഹൈലർ കറക്റ്റ് രീതിയിൽ അഡ്മിനിസ്ട്രേറ്റ് ചെയ്യാൻ ആദ്യം നിങ്ങൾ പഠിക്കുക. എല്ലാ ഇൻഹൈലേഴ്സും ഒരേ രീതിയിലായിരിക്കും, പക്ഷേ എങ്ങനെ ഇതിൻ്റെ അകത്ത് ക്യാപ്സ്യൂൾ, ഇപ്പോൾ ഇതൊരു ഡ്രൈ പൗഡർ ഇൻഹൈലർ, ഇതിനകത്ത് എങ്ങനെ ക്യാപ്സ്യൂൾ ഇടാം, ഈ ഒരു ക്യാപ്സ്യൂളൊന്ന് കറക്റ്റായിട്ട് എങ്ങനെയാണ് മരുന്ന് സസ്പെൻഡ് ചെയ്യുന്നത്, എങ്ങനെ ഇൻഹൈൽ ചെയ്യും, അതൊക്കെ പൂർണ്ണമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പം ഇൻഹൈലർ ഡിവൈസസ് കണ്ടില്ലേ, ഇവിടെ ഞാൻ ഇന്ന് പരിചയപ്പെടുന്നത് കുറേ ഡിവൈസസിനെയാണ്. ഇതെല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും വിപണിയിൽ. ഓക്കെ, കണ്ടില്ലേ? താങ്ക് യു.